ഹലോ എല്ലാവർക്കും സുഖമാണോ? അപ്പം ഞാൻ ഒരുപാട് നാളായി യൂട്യൂബിൽ ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി മന്തി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് മന്തിയൊക്കെ ഉണ്ടാക്കാൻ വിചാരിക്കുന്നവരാണെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ തപ്പി എന്നിട്ട് എല്ലാത്തിനും കൂടെ എടുത്ത് എൻ്റെതായ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിന് ഞാൻ ചിക്കൻ പീസ് ഒരുപാട് വലുപ്പമുള്ളതൊന്നല്ല കേട്ടോ എടുത്തത്, മീഡിയം സൈസിലാണ് എടുത്തത്. അപ്പോൾ അതിന് വേണ്ടി ചിക്കൻ ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ട് കുത്തി ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു അരമണിക്കൂറെങ്കിലും ചിക്കൻ മസാലയൊക്കെ പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണേ. ഞാനിവിടെ ഒരു 3-4 മണിക്കൂർ വെക്കുന്നുണ്ട്, എനിക്ക് ടൈം ഉള്ളതുകൊണ്ട്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ എൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആ ഒരു ടൈം തൊട്ട് ഇതുവരെ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നൊരു 3-4 പേരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് നന്ദി. അപ്പോൾ മാക്സിമം തിരിച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്കൊക്കെ ഓരോ തിരക്കാകുമ്പോൾ എനിക്ക് വീഡിയോസൊന്നും കാണാൻ പറ്റാറില്ല, എന്നാലും ഞാൻ അങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരുപാട് നന്ദി കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ. അപ്പോൾ സാധാരണ ഇങ്ങനെയുള്ള ഭയങ്കര ടഫുള്ള പരിപാടിക്കൊന്നും ഞാൻ നിൽക്കാറില്ല. ഞാൻ എല്ലാ ഫുഡും ഉണ്ടാക്കുമെങ്കിലും പിന്നെ ബിരിയാണി, മന്തി അതൊക്കെ ഹസ്ബൻഡാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ചിക്കനിലേക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും പച്ചമല്ലിയാണ് കേട്ടോ. അപ്പോൾ മുഴുവൻ മല്ലി, ആ മല്ലിയും കുരുമുളകും നന്നായിട്ട് കഴുകിയിട്ടൊന്ന് വറുത്തെടുക്കണേ. അപ്പോൾ ഞാൻ അവിടെ മന്തി മസാല വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് സെപ്പറേറ്റ് വേറെ ഇതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ മന്തി മസാല വാങ്ങിയിട്ടില്ല എന്നാണെങ്കിൽ കുറച്ച് പെരുംജീരകം, ചെറിയ ജീരകം, പിന്നെ നമ്മൾ ഗരം മസാല ഉണ്ടാക്കാൻ എടുക്കുന്ന എല്ലാ ഐറ്റംസും നല്ലോണം ഈ മല്ലിൻ്റെയും കുരുമുളകിൻ്റെയും കൂടി ഇട്ട് വറുത്തിട്ട് പൊടിച്ചെടുത്താൽ മതിയേ. പിന്നെ കുറച്ച് മുളക് പൊടിയും അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ വറുത്ത് പൊടിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് മല്ലിച്ചപ്പ്, പുതിന, ഒരു കഷ്ണം വലിയുള്ളി, വെളുത്തുള്ളി, പിന്നെ തക്കാളി, പിന്നെ നമ്മൾ ചിക്കൻ സ്റ്റോക്കും കൂടെ എടുക്കുന്നുണ്ട്, 2 എണ്ണമാണ് കേട്ടോ. മാഗി ക്യൂബ്, ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടാണ് കേട്ടോ ചിക്കനിലേക്ക് നമ്മൾ തേച്ച് പിടിപ്പിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 3-4 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ ഇത് വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കളറിനൊരു കുറച്ച് ഫുഡ് കളറും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇത് ഡീപ്പ് ഫ്രൈ അല്ല കേട്ടോ ചെയ്തെടുക്കുന്നത്, കുറച്ച് എണ്ണ ഒഴിച്ച് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് ഒരു ഭാഗവും 10 മിനിറ്റ് മറുഭാഗവും അങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. പിന്നെ ബാക്കി ദമ്മിടുമ്പം ഓൾറെഡി വെന്ത് വന്നോളും. അപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ പൊരിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു മസാലക്കൂട്ടിൻ്റെയൊക്കെ സ്മെല്ല് വേറെ തന്നെ വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് റൈസ് ഇവിടെ 1 അവറെങ്കിലും നമ്മൾ വെള്ളത്തിൽ കുതിർത്തിയിടണം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഇന്ത്യ ഗേറ്റിൻ്റെ ഒന്നും അരിയല്ല കേട്ടോ, നമ്മൾ മന്തി റൈസാണ്, അതായത് സെല്ല റൈസാണ് കേട്ടോ, ബസ്മതി സെല്ല റൈസ്. ഇത് വൈറ്റ് റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വൈറ്റ് റൈസാണ് സെല്ല റൈസ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ 1 മണിക്കൂർ കുതിർത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് വേവ് കൂടുതലാണ്. അപ്പോൾ 1 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് മാത്രമേ വേവിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് സാധാരണ നമ്മൾ നെയ്ച്ചോറിൻ്റെ എല്ലാം പോലെ ആ ഒരു പട്ടയില, പിന്നെ കുറച്ച് ഒരു ഉണക്കനാരങ്ങ, ഉപ്പ്, ഓയിൽ എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് അരിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊടുത്ത് സെറ്റാവും. 80% മാത്രമേ ഇത് വേവേണ്ട ആവശ്യമുള്ളൂ, ബാക്കി ദമ്മിടുമ്പോൾ വെന്തോളൂ കേട്ടോ. പിന്നെ ഞാനൊരു ക്യാപ്സിക്കം എടുത്ത് ചെറുതായിട്ട് മുറിച്ച് 2 ചിക്കൻ സ്റ്റോക്കും കൂടെ എടുത്തിട്ട് നമ്മൾ കുറച്ച് ഓയിലും കൂടെ അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ദമ്മിടുന്ന പാത്രത്തിലാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കണ്ടേ. അപ്പോൾ ഈ ക്യാപ്സിക്കം വളരെ ചെറുതായിട്ടാണ് കേട്ടോ അരിഞ്ഞെടുക്കേണ്ടത്, അത് നന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞ് പോകണം. പിന്നെ ഞാൻ നേരത്തെ കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് പറയാൻ വിട്ടുപോയതാണ്. ആ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് അരി ഞാനൊരു ഊറ്റുകൊട്ടയിലേക്ക് മാറ്റി പെട്ടെന്ന് തന്നെ ദമ്മിടാനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ക്യാപ്സിക്കൊക്കെ ഇട്ട് സെറ്റാക്കിയതിൻ്റെ മുകളിൽ അതിൻ്റെ മുകളിലായിട്ട് ചോറ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഫുഡ് കളറും കൂടെ ചേർത്തിട്ട് കുറച്ച് മാത്രമാണ് ഞാൻ ഒരു കളറിന് വേണ്ടിയിട്ട് ഒന്നെല്ലാവരും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ചാർക്കോളിന് പകരം ചിരട്ടക്കരിയാണ് എടുത്തത്, ഒരു ബൗളിൽ. അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ അപ്ലൈ ചെയ്ത് ഒന്ന് സ്മോക്കി എഫക്റ്റൊക്കെ വരുത്തിയതിന് ശേഷം ഫോയിൽ പേപ്പർ വെച്ച് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുൾ അടഞ്ഞു വെക്കാത്ത മൂടി ആയതുകൊണ്ട് തന്നെ മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ കനത്തിലുള്ള ഒരു ഇതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് കവർ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറിയ തീയിൽ അരമണിക്കൂറോളം ഞാൻ ദമ്മിട്ടിട്ടുണ്ട്. തുറന്നപ്പോൾ നല്ല അടിപൊളി മന്തി റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, മറന്നു പോയതാട്ടോ. ഈ ദമ്മിടുന്ന സമയത്ത് 3-4 മുളക് ഇതിലിങ്ങനെ കുത്തി വെക്കണമായിരുന്നു, അത് ഞാൻ മറന്നുപോയി. ബാക്കിയെല്ലാം നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് മയോണൈസ്, അറബിക് ചട്നി, പിന്നെ പുതിന ചട്നി ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മിൻറ്റ് ലൈം എല്ലാം കൂടെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ ചിക്കൻ അടിയിൽ വെച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടഞ്ഞു പോയ പോലെ തോന്നിയായിരുന്നു. അപ്പോൾ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ നന്നാവുമായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.